ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ന് പൽക്കാലം ഒരു തിരുവചനം വായിച്ച് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യങ്ങൾ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ പക്കലൊന്ന് കുടിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജല നദികൾ പുറപ്പെടട്ടെ. ഞാനിത് പറയുന്നത് അവനിൽ പകരപ്പെടാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചത്രേ. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു ദാഹം നമുക്കുണ്ടായിരിക്കണം. നമുക്കിപ്പോൾ പൊതുവെ എല്ലാവർക്കും പണത്തിനോടും സ്ഥാനത്തിനോടും സ്ഥാനമാനങ്ങളോടൊക്കെയുള്ള വലിയൊരു എന്താ പറയുക, ആഗ്രഹത്തിനൊരു ഒരു പിരിമേട് തന്നെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ആഗ്രഹം പണം ഉണ്ടാകും. ഞാൻ ഒരു സമയത്ത് ഇപ്പോഴും ഞാൻ പറയുന്നത്, കർത്താവേ നിൻ്റെ ആത്മാവിൽ എന്നെ ഇരട്ടിയായി നിറയ്ക്കണമേ. അപ്പം സ്തോത്രം, പണം ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പണം ആവശ്യമുണ്ട്, പക്ഷെ എന്നാൽ എനിക്ക് പണത്തേക്കാൾ കൂടുതൽ ആവശ്യം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി ശക്തിയാണ്. അപ്പോൾ അത് ലഭിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കും. ലഭിച്ചു. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. സ്തോത്രം. കാരണം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി പുറപ്പെടും. ഈ നദി എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ ഈ നദി എവിടെയാണ് കർത്താവ് നിറയ്ക്കുന്നത്? ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം നമ്മൾ നിറയ്ക്കണമെങ്കിൽ. ബൈബിൾ പറയുന്നു, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. അപ്പോൾ അധരം കൊണ്ട് ബഹുമാനിച്ചിട്ട് ഹൃദയം കൊണ്ട് അകന്നിരുന്നിട്ട് ഈ ശക്തി വരണമേ എന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. കാരണം നമ്മുടെ ഹൃദയം ഒരു ഉൾപ്പൂവുകളെയും ഹൃദയത്തിന് സകലത്തെയും, അത് ഏറ്റവും വലിയൊരു മർമ്മം. നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ ഒക്കെയും അതാത് സെക്കൻഡിൽ അതാത് മിനിറ്റിൽ ലൈവായിട്ട് കാണുന്ന ആളാണ് യേശു കർത്താവ്. അപ്പോൾ ആ യേശു കർത്താവിൽ നിന്ന് ഈ ജീവജല, ഈ പരിശുദ്ധാത്മാവിനെ നീ നിറയണമെങ്കിൽ നമ്മളുടെ ഹൃദയം എന്താണെന്ന് യേശുവിനറിയാം. പത്രോസ് ഒരു സമയത്ത് യേശുവിനോട് കൂടെ നടന്നു. ഒത്തിരി കാര്യങ്ങൾ കണ്ടു, കേട്ടു, അനുഭവിച്ചു. കൂടെ നടന്ന് യേശുവിനെ പിടിക്കാമെന്ന പടയാളിയുടെ വാളൂരി പടയ്ക്കാമെന്ന് വെട്ടി അതെല്ലാം ചെയ്തു. കർത്താവ് വന്നപ്പോൾ വെള്ളത്തിന് വന്നപ്പോൾ, കർത്താവേ ഞാനീ വെള്ളത്തിൽ നടന്നോട്ടെ, നടന്നോളാൻ പറഞ്ഞു. നടന്നു. അത്രയും ഭയങ്കര ഒരു ധൈര്യശാലിയാണ്. പക്ഷേ കർത്താവിന് പത്രോസിൻ്റെ ഉള്ളറിയാവുന്നത് കൊണ്ട്, പത്രോസെ നീ എല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നോ? ഉവ്വ് കർത്താവേ. വീണ്ടും ചോദിച്ചു, ഉവ്വ് കർത്താവേ. ലാസ്റ്റ് പത്രോസ് പറയാണ്, കർത്താവേ നീ എൻ്റെ ഹൃദയം അറിയുന്നല്ലോ. കാരണം എന്താ? ഹൃദയം അറിയുന്നല്ലോ എന്ന് പറഞ്ഞത് പത്രോസ് കർത്താവിനെ അത്ര സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായ? അപ്പം ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണ ആത്മാവും പൂർണ്ണ ഹൃദയവും പൂർണ്ണ ശക്തിയോടും കൂടി യേശുവിനെ സ്നേഹിക്കുക. വക്രത, തട്ടിപ്പ്, വെട്ടിപ്പ്, മറ്റുള്ളവൻ്റെ കുറ്റം പറയുക, മറ്റുള്ളവൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കുക. അവനൊരു കാറ് മേടിച്ചാൽ, അത് അങ്ങനെ മേടിച്ചതായിരിക്കാം. അവന് നല്ല വീട് പണിതാൽ, അതുപോലെ കള്ളപ്പണം വന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാനൊക്കെ ഒരു വീട് പണി, നല്ല വീട് അല്ലെങ്കിൽ നല്ല വീട്, ചെറിയ വീട്, ആളൊരു കാറൊക്കെ മേടിച്ചാൽ ഞാൻ കര ഉയർത്തി പറയും, ഡാഡി അവർക്ക് കൊടുത്താൽ നല്ല വീടിനായ സ്തോത്രം, നല്ല വാഹനത്തിനായ സ്തോത്രം. നമ്മൾ അനുഗ്രഹിക്കാനുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ വചനത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാവൻ ദൈവ അധികാരം കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് 100% അവകാശത്തോടെ പറയാം, കർത്താവേ
ഇനി എന്നെ നിറച്ചേ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയം നീ അറിയുന്നല്ലോ, ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എനിക്ക് കർത്താവ് അപ്പനേക്കാൾ അമ്മയേക്കാൾ ഏതിനേക്കാൾ എന്തിനേക്കാൾ എവിടത്തേക്കാളും യേശു മാത്രം മതി. കർത്താവ് നീ അല്ലാതെ വേറെ ദൈവമില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു. കർത്താവ് ഏതിൻ്റെ വാളിൻ്റെ മുമ്പിൽ വീണാലും, കർത്താവ് തീയിൽ എറിയപ്പെട്ടാലും, ചന്ദ്രക്ക് അഭിനന്ദനവും പറഞ്ഞതുപോലെ ഈ നെബൂഖദ്നേസർ രാജാവെ, ഈ തീച്ചുളയിൽ നിന്ന് നീ ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവം ഞങ്ങളുടെ ദൈവം. ആഴമേറിയ വിശ്വാസം എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ തരികയുള്ളൂ. ഞാനൊരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി പരിശുദ്ധാത്മാവിനെ ഞാൻ ഭയങ്കര ദാഹക്കാരനാണ്. ഇപ്പോഴും എനിക്ക് തൃപ്തിയായിട്ടില്ല, മനസ്സിലായ? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മുറിയിൽ രാത്രി സമയത്ത് ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ പ്രെയർ എപ്പോഴും രാത്രി 2 മണിക്ക് 1 മണിക്ക് 3 മണിക്കൊക്കെയാണ്. സ്തോത്രം. ഇപ്പോൾ ഈ മെസ്സേജ് ചെയ്യുന്നത് തന്നെ ഏകദേശം 2:30 മണിയായിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാനപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുറിക്കകത്തേക്ക് ഒരു ശബ്ദത്തോടു കൂടി കർത്താവിൻ്റെ ഒരു വരവാണ്. ഇതാ യഹോവയുടെ അരുളപ്പാട്, അത്യുന്നതൻ്റെ നിറവിൻ്റെ നിറവിൽ രാജു നിന്നെ നിറക്കുകയാണെന്ന് ഒരു കൈ എൻ്റെ തലയിൽ വന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് ഭയങ്കര സന്തോഷകരമായൊരു കാര്യമാണ്. ആ കൈ വന്ന ശേഷം എൻ്റെ ദൈവ പൈതങ്ങളെ ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫ് ചേഞ്ചായിപ്പോയി, ഭയങ്കര അനുഭവമായിപ്പോയി. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ തന്നെ ആ ദൈവസാന്നിധ്യം ഇറങ്ങുക, ഈ ഫോണിൽ കൂടി പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ തന്നെ അവിടെ അവരനുഭവിക്കുന്നത് ഇവിടെ നമ്മൾ അങ്ങോട്ട് പറയുക, അങ്ങനത്തെ കൃപകളൊക്കെ ഓപ്പറേറ്റായി ആത്മാവോട് നിറയുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അനേക രോഗികൾക്ക് വേണ്ടി ഒത്തിരി സന്തോഷകരമായ കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ അത് മനസ്സിലാകുന്ന ഒരാളുണ്ട്, നമ്മുടെ ഏലിയാവും എലീശയും. ഏലിയാവിൻ്റെ കൂടെ എലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ എലിയാവിൻ്റെ ശിഷ്യനായിട്ട് എലീശ ഒത്തിരി നാൾ നടന്നു. അപ്പോൾ യഹോവയാം ദൈവം എലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുവാൻ പോകുമെന്ന് എലീശയെ അറിയിക്കുകയാണ്. എലിയാവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ എലിയാവ് ഇത് എലീശയോട് പറയുമ്പോൾ എലീശ പറയാണ്, നീയാണ്, നിൻ്റെ ആത്മാവാണ്, നിന്നെ ഞാൻ വിടില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ആശാനോട് ശിഷ്യൻ ഇങ്ങനെ പറയുമോ? അങ്ങനെ പറയുമെങ്കിൽ ആശാൻ നല്ലൊരു ആശാനാണ്. പക്ഷെ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ആ ആശാൻ ഇച്ചിരി തരികിടുള്ള ആശാനാണ്. പക്ഷേ ഏലിയാവിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ ക്ഷമിക്കണം. ഏലിയാവിനെ പറ്റി അങ്ങനെയല്ല. കാരണം നീയാണ്, നിൻ്റെ ആത്മാവിനാണ്, ഞാൻ വിടത്തില്ല. അപ്പോൾ ഏലിയാവ് ചോദിച്ചു, നീ എന്താണ് ഈ പറയണത്? ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ് കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക്. ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടണമല്ലോ. അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ജോർദാൻ നദി കടന്ന് വേണം പോകാനായിട്ട്. എലിയാവിൻ്റെ മേലിൽ കിടക്കുന്ന പുതപ്പെടുത്ത് ഏലിയാവ് യഹോവയുടെ നാമത്തിൽ ആ നദിയെ അടിച്ചു. നദി 2ആയി പിളർന്നു. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പറയുമ്പോൾ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അത് അന്ന് സംഭവിച്ചെങ്കിൽ ഇന്ന് സംഭവിക്കും. ഒരു സംശയമില്ല. ഒരു സംശയമില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മനസ്സിലായ? അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പം ഏലിയാവ് അടിച്ചു. ജോർദാൻ 2ആയി പിരിഞ്ഞു. ഒരു നേരെ അവിടെ ചെന്നു. അപ്പം ഏലിയാവ് ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യം? അപ്പോൾ ഭയങ്കരനായ ബുദ്ധിശാലിയായ എലീശ പറയാണ്, നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. കണ്ട, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ ചോദിച്ചതാണ് നിൻ്റെ മേൽ, ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഇവിടെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം വരെ 37-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ പക്കലൊന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. ഞാനിത് പറയുന്നത് അവനിൽ പകരപ്പെടുവാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചത്രേ. എലീശ പറഞ്ഞത് നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം
7:37 പറഞ്ഞത് ഞാനിത് പറയപ്പെടുന്നത് അവന് പകരപ്പെടാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചത്രേ. അപ്പം ഈ കൊതിയുള്ളവനെ ഡെഫിനറ്റ്ലി കർത്താവ് നിറയ്ക്കും. നമുക്കൊരു കൊതി വേണം, നമുക്കൊരു ദാഹം വേണം എന്തിനോടും. ഒരു പഠിച്ച് പാസ്സാകണമെങ്കിൽ ആ രീതിയിൽ പഠിച്ചാൽ അവർ പാസ്സാകും, പഠിക്കാത്തവർ പാസ്സാകില്ല. എൻ്റെയൊക്കെ ലൈഫിൽ പഠിച്ചിട്ടില്ല, ഒരു മാർക്ക് പോലും 11 വർഷം പഠിച്ച് 6 വരെ എത്തി, ഒരു മാർക്ക് പോലും കിട്ടിയിട്ടില്ല, 0 മാത്രമേ ഉള്ളൂ. അത് പഠിച്ചിട്ടില്ല, പക്ഷേ ദാഹം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ദാഹം കംപ്ലീറ്റ് ക്രിസ്തുവിലായതുകൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ആത്മാവിൽ നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനും പറയാനും ഒരു പാസ്റ്റർമാരോ ഒരു പള്ളിയിലച്ചനോ ഒരു ബൈബിൾ കോളേജ് ഞാൻ പോയിട്ടില്ല. അല്ലാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളെ പഠിപ്പിക്കുവാനിടയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനേക്കാളും പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുവാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ നിറഞ്ഞാൽ നിങ്ങൾ ചേഞ്ചാകും. പലരും കളിയാക്കിയായിരിക്കും, ഭ്രാന്തനാണ്, സ്വപ്നക്കാരനാണ്, ദർശനക്കാരൻ, എല്ലാം പറയും. നോ, ഒന്നും പേടിക്കണ്ട. കാരണം അവർക്ക് അതേ പറ്റുള്ളൂ പറയുവാൻ. പക്ഷേ ദൈവം പറയും, അതിൻ്റെ പൈതലാണ്, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പൈതലാണെന്ന് ആവർത്തിച്ച് പറയാൻ ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇനി പണം എനിക്ക് ഒരുപാട് വന്ന് കയറണമെന്ന് പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ. പണത്തെക്കാളും സൗകര്യത്തെക്കാളും പ്രതാപത്തെക്കാളും വലിയ കാര്യങ്ങളെക്കാൾ അധികമായി ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ അധികമായി നിറഞ്ഞ് കവിയുവാൻ വേണ്ടി ദാഹിക്കുക, പ്രാർത്ഥിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടൊപ്പം എല്ലാം നമ്മൾ ഫോളോ ചെയ്യും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളെ ഫോളോ ചെയ്യും. ആത്മാവിൽ നിറഞ്ഞവനായി നമ്മൾ ജീവിക്കുമ്പോൾ രാജാക്കന്മാരുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് നിർത്തും. നമ്മൾ കഴിച്ച പാത്രം വരെ കഴുകിത്തരാമെന്ന് പറഞ്ഞ് വലിയ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ച പാത്രം ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളോട് ബലമായി മേടിച്ച് കഴുകുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. ആത്മാവിൽ നിറഞ്ഞാൽ നമ്മൾ സാധാരണ വ്യക്തിയല്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളിനി പ്രാർത്ഥന മുറിയിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായിത്തീരാതെ ഈ വചനം കേട്ടിട്ട് വിശ്വസിച്ചിട്ട് അതനുസരിക്കുന്നവരായിത്തീരണം. പ്രാർത്ഥന മുറിയിലേക്ക് പോകണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. കണ്ണിനും ഹൃദയത്തിനും ചെവിക്കും എല്ലാം ശുദ്ധിയുള്ളവരായിത്തീരണം. ദൈവത്തിൻ്റെ ആത്മാവ് നിറയുവാൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ ദൈവം നിങ്ങളെ ആഗ്രഹങ്ങളെ തൃപ്തി വരുത്തി, ചോദിക്കുന്നവന് കിട്ടും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം വെറുതെ പറയുകയില്ല, പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന യേശു രാജാവ് അന്നും ഇന്നും ഒരുവൻ മാത്രം. യേശു കർത്താവ് ആൽഫയും ഒമേഗയുമാകിയാൽ കർത്താവ് പറഞ്ഞാൽ ഒരു മുടിനാരിന് മാറ്റം വരാതെ അത് സംഭവിക്കും. നിങ്ങൾ ദാഹിക്കുന്ന ആത്മാവിനെക്കുറിച്ച് ദാഹമുണ്ടെങ്കിൽ നിങ്ങൾ ദാഹിച്ചോ, എൻ്റെ പൈതങ്ങളെ ദാഹിച്ചോ. ഇതാ നിങ്ങളെ കർത്താവ് നിറയ്ക്കുവാൻ പോകുന്നു. ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവമേ, ഇവരെ നീ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുത്തണമേ. കർത്താവിൻ്റെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അവിടുന്ന് ഏൽപ്പിച്ചു തന്ന ആ ഒരു ചെറിയ സന്ദേശം ഈ പൈതങ്ങൾക്ക് കൈമാറിയിരിക്കിയാൽ നന്ദി പറയുന്നു. കർത്താവേ, ഇവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഏതിനേക്കാൾ അധികമായി കൊതിയോടെ, ദാഹത്തോടെ, ആർത്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാനായി കർത്താവേ, ഈ ഹൃദയം തുറക്കട്ടെ. ഇവരെ ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തി, ജീവജല നദി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവേ, ഇവർ ദൈവരാജ്യത്തിൽ സന്തോഷമുള്ളവനായി തീരുവാൻ, സ്വർഗ രാജ്യത്തിൽ തൃപ്തരായി തീരുവാൻ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്ന അപ്പച്ച പ്രാർത്ഥനയായിട്ട് സ്തോത്രം. യേശു രാജാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.